സ്വാമി ശരണമയ്യപ്പ. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ശരണം വിളിയോട് കൂടി തന്നെ തുടങ്ങാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി. ഇന്ന് നമ്മുടെ കുക്കു ശബരിമലയ്ക്ക് പോവുകയാണ്, കെട്ടുന്നറയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം കുക്കുവിന് ഉണ്ടാവണം കേട്ടോ. കുക്കുവിന് തന്നെയല്ല, പോകുന്ന എല്ലാവർക്കും. ഇവർ 12 പേര് പോകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷവും കുക്കു ശബരിമലയ്ക്ക് പോയിരുന്നു കേട്ടോ. ഈ വർഷവും ഭഗവാൻ അനുഗ്രഹിച്ച് ഇപ്പോൾ പോകാൻ പോകണു. ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. പെൺകുട്ടികളല്ലേ, മാക്സിമം അവർക്ക് പിന്നെ ഒത്തിരി കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം കൊണ്ടുപോകണമെന്നുണ്ട്. 10 വയസ്സ് വരെയല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 2 വർഷം പോയി, ഇപ്പോൾ 3ാമത്തെ തവണയാണ് പോണത്. അതേപോലെ പറ്റുന്നത്ര കൊണ്ടുപോകണം. എൻ്റെ അച്ഛനെ 7 വർഷം കൊണ്ടുപോയി. അപ്പോൾ അവളെയും അത്രയും പറ്റിയില്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കുക്കു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അയ്യപ്പൻ എന്ന് വെച്ചാൽ ജീവനാണ് കുക്കുവിന്. എല്ലാ വർഷവും ആ സമയമാകുമ്പോഴത്തേക്കും ഹരിച്ചേട്ടനോട് പറയും, അച്ഛാ നമുക്ക് ശബരിമലയ്ക്ക് പോകണ്ടേ അച്ഛാ, എനിക്ക് അയ്യപ്പനെ കാണണം അച്ഛാ. മാല ഇടാൻ പറ്റാത്തതിൽ ആൾക്ക് വലിയ സങ്കടമായിരുന്നു കേട്ടോ. സ്കൂളിലൊക്കെ പോണ കാരണം കൊണ്ട് ഒരുപാട് നേരത്തെ മാല ഇട്ടില്ല. പക്ഷെ നമ്മൾ 1 മാസം മുന്നേ വ്രതം തുടങ്ങിയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ നമ്മൾ പോയി മാല ഇട്ടത്. നമ്മുടെ കാവിൽ പോയിട്ടാണ് മാല ഇട്ടത്. അച്ഛനുള്ള സമയം മുതലേ അച്ഛൻ ദേവിയുടെ അടുത്ത് പോയിട്ടാണ് മാല ഇടുന്നത്. അപ്പോൾ കുക്കുവിനെയും ഹരിച്ചേട്ടൻ അവിടെ തന്നെ കൊണ്ടുപോയിട്ടാട്ടോ മാല ഇടിയിക്കാറ്. അങ്ങനെ കുക്കുവിൻ്റെ കെട്ട് നിറച്ചതിന് ശേഷം പിന്നെ മുദ്ര നിറയ്ക്കാനുള്ളവർ, അതായത് നെയ്ത്തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്ന ഇതിനാണ് കേട്ടോ നമ്മളിവിടെ മുദ്ര നിറയ്ക്കുക എന്ന് പറയണത്. അപ്പോൾ മുദ്ര നിറയ്ക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് മുദ്രയൊക്കെ നിറച്ചു. ആദ്യം ആളു നിറച്ചു, പിന്നെ അമ്മായി നിറച്ചു, കുക്കുവിൻ്റെ മുത്തശ്ശി, പിന്നെ ചേച്ചി, അതിനുശേഷം ഞാൻ നിറച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും പറ്റുന്ന പോലെ എല്ലാവരും മുദ്ര കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ പണ്ടേ മുതലുള്ളൊരു ചടങ്ങാണ്. എല്ലാവരും അങ്ങനെ എല്ലാ വീടുകളിലും ഒന്നും ചിലപ്പോൾ കൊടുത്തു വിടാറില്ല. എന്തെങ്കിലും വഴിപാടുകളൊക്കെ നേർന്നിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് പോകുന്നവർ വ്രതം എടുക്കുന്ന പോലെ തന്നെ മുദ്ര നിറച്ച് കൊടുക്കാനായിട്ട് നമ്മളും അവരോടൊപ്പം വ്രതം എടുത്ത് നമ്മളും മുദ്ര നിറച്ച് കൊടുത്ത് വിടുമായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കുക്കു ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുക്കുവിന് ഒത്തിരി ഇഷ്ടമാണ് ശബരിമലയ്ക്ക് പോണത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവൾ ചോദിച്ചു തുടങ്ങും, അച്ഛാ നമുക്ക് ശബരിമലയ്ക്ക് പോകണ്ടേ, അയ്യപ്പനെ കാണണ്ടേ എന്നും ചോദിച്ചിട്ട് അവൾ ചോദിച്ചു തുടങ്ങും. എന്തായാലും ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മൾ മാത്രമല്ല, ചേട്ടന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. വലിയച്ഛന്മാരുടെ മക്കൾ, അതായത് കുക്കുവിൻ്റെ അമ്മാവന്മാരും അവരുടെ മക്കളും, കുക്കുവിൻ്റെ പ്രായമുള്ള 1-2 കുട്ടികൾ, ചേട്ടന്മാരുടെ കുട്ടികൾ വേറെയുണ്ട്. അപ്പോൾ കുക്കുവിന് കൂട്ടുമുണ്ട്. കുക്കുവിന് ഒത്തിരി സന്തോഷമാണ് എല്ലാവരെയും കാണുമ്പോഴും. ഞങ്ങൾ വെല്ലിച്ചൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ നിറച്ചത്, അതായത് കുക്കുവിൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ വെച്ച്. അങ്ങനെ കെട്ടി നിറച്ച് ദീപാരാധനയുടെ സമയമായി. അതിനുശേഷം അവർ ഒരു 7 മണിയായപ്പോഴത്തേക്കും യാത്ര തിരിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു തിരക്കും കൂടാതെ, മഴയൊന്നും ശല്യം ചെയ്യാതെ നല്ല ഭംഗിയായിട്ട് അവർക്ക് അയ്യപ്പനെ തൊഴാൻ സാധിച്ചു. കുട്ടികൾക്കാണെങ്കിലും വലിയ കാര്യമായിട്ട് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ശബരിമലയിലാണ്. നെയ്യഭിഷേകം കഴിഞ്ഞു, എല്ലാം ഭംഗിയായി നടന്നു. ഭഗവാനെ തൊഴുതു, വഴിപാടുകളെല്ലാം നടത്തി. ഒരു സൂത്രം കാണിച്ചതായിട്ടോ, ആൾ ക്ഷീണിച്ച് അവശയായിട്ട് കിടക്കുക. അഞ്ചുമണി മല കയറി ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. മല കയറി കഴിയുമ്പോൾ അത് കഴിഞ്ഞ് 18ാം പടി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛാ എടുക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത് മൊത്തം ഫ്ലൈ ഓവറൊക്കെ കറങ്ങി വന്ന് മാളികപ്പുറത്തും തൊഴുത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി വന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഇതാണ് വിശേഷം. എല്ലാം ഭംഗിയായി നടന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.